ഞാൻ ഈ കഴിഞ്ഞ മാസവും റെയ്ഡിന് ശേഷവും അത് സംബന്ധിച്ച് ഞാൻ പരാതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലും അല്ലാതെയും അതിന് മുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആ അക്കൗണ്ടിനെ കുറിച്ച് അന്വേഷണം നടത്തണം. പക്ഷെ അത് അന്വേഷിക്കേണ്ട ഘട്ടം ഇതല്ല. കാരണം അവരുടെ വ്യക്തിപരമായ അക്കൗണ്ടുകളിലേക്ക് പോകേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത പടിയിലാണ് ഇത് പോകേണ്ടത്. മാത്രമല്ല CBID എൻക്വയറിയിലും അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകേണ്ടതുണ്ട്. മാത്രമല്ല പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ കഴിഞ്ഞ 30 വർഷത്തെ കാലത്തെ വിദേശയാത്രകളും സാമ്പത്തിക ഇടപാടുകളും മുഴുവൻ അന്വേഷിക്കേണ്ടതാണ്. കാരണം 96 ആദ്യമായിട്ട് അദ്ദേഹം വൈദ്യുതി വകുപ്പ് മന്ത്രിയാവുന്നു. 98 99 അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവുന്നു. അന്ന് മുതൽ കേരളത്തിലെ എല്ലാ ഡീലുകളിലും പിണറായി വിജയനുണ്ട്. ഈ 96 98 കാലഘട്ടത്തിലാണ് ലാവ്ലിൻ. അന്ന് മുതൽ ലാവ്ലിൻ്റെ കരുതലിലാണ് അദ്ദേഹം ഉള്ളത്. ഈ വിദേശ അക്കൗണ്ട് എന്ന് പറയുന്ന ആ അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ അക്കൗണ്ട് ദൈവം കൊണ്ട് എൻ്റെ കൺമുന്നിൽ തന്നതാണ്. ഞാൻ വളരെ വൃത്തിയായി സിസ്റ്റത്തിൽ ഞാനത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന ലാവ്ലിൻ കമ്പനിയുടെയും ഈ പറയുന്ന പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൻ്റെയും ഉൾപ്പെടെ ചെറിയ കോടികളൊന്നുമല്ല, വൻ കോടികൾ അതിനകത്ത് ആ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അതൊക്കെ അന്വേഷിക്കട്ടെ. കാരണം സ്വാഭാവികമായിട്ട് 2 രാജ്യങ്ങൾ തമ്മിലാണ്. മാത്രമല്ല ഈ UAE-യിലുള്ള ഒരു അക്കൗണ്ടാണ്. അതൊക്കെ അവിടെ എത്രമാത്രം എങ്ങനെയൊക്കെയാണെന്നൊക്കെയാണ് ഇനി പഠിക്കേണ്ടിയിരിക്കുന്നത്. പക്ഷേ ആ രാജ്യത്തിൻ്റെ ക്രെഡിബിലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. ഇതൊക്കെ 2 രാജ്യങ്ങൾ തമ്മിൽ ആണ് ഇനി അത് ഡീൽ ചെയ്യണം. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും ദിവസത്തിനിടയിൽ എന്നാൽ എനിക്കിതൊരു കേസ് കൊടുക്കാൻ പറ്റുമോ? ഷോൺ ജോർജ് അടിസ്ഥാനരഹിതമായി ആരോപണം ഉന്നയിച്ചത് കേസൊന്ന് കൊടുത്താൽ മതി. ഞാൻ പോയി ഓർഡർ ഇട്ട് മേടിച്ചോണ്ട് വരാം. നീ കേസ് കൊടുത്ത് കിട്ടിയാൽ മതി. അല്ല, നേരെ മറിച്ച് പ്രതിഷേധം എന്ന പേരിൽ അവിടേക്ക് കുറെ പേർ തള്ളിക്കയറാൻ ശ്രമിച്ചു. താങ്കളുടെ വീടിന് മുന്നിലേക്കൊക്കെ തന്നെ എന്ന് കാണാൻ സാധിച്ചു. അതുപോലെ തിരുവനന്തപുരത്ത് അത് ഈ ലോകത്ത് CPM മാത്രം പറ്റുന്ന ഒരു കാര്യം. പരാതിക്കാരൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്ന ഏക രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിന് വേറെ ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഞാൻ പറയില്ല. ഞാൻ ബേസിക്കലി ഞാൻ 99 ഞാൻ തിരുവനന്തപുരത്ത് വെക്കുന്ന മാർ ഇവാനിയോസ് കോളേജ്. നിങ്ങൾക്കറിയാം, ഞാൻ PC ജോർജിൻ്റെ മകന എന്ന നിലയിൽ തന്നെ ഒരു കേരള കോൺഗ്രസ് ബാങ്കിൻ്റെ പാരമ്പര്യത്തിൽ വന്നു. പക്ഷേ എനിക്ക് ആദ്യം ആകർഷണം തോന്നിയത് SFI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടാണ്. ആ പ്രായത്തിൻ്റെ ചോരത്തള്ളപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ മുഴുവൻ SFIക്കാരായിരുന്നു. ഞാൻ SFI ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ എന്നും SFIക്കാരുടെ കൂടെ ആയിരുന്നു നടപ്പ്. ശരി, സ്റ്റുഡൻറ് സെൻറ്ററിലും യൂണിവേഴ്സിറ്റി കോളേജിലും മാർ ഇവാനിയോസ് കോളേജിൽ KSCയുടെ യൂണിറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ SFIയുടെ കൂടെ ഞാൻ അവർക്കൊപ്പം ആദ്യമായിട്ട് SFI യൂണിറ്റ് മാർ ഇവാനിയോസ് കോളേജിൻ്റെ യൂണിയൻ പിടിക്കുന്നത് ഞാൻ ഫസ്റ്റ് ഇയർ 1 വർഷമാണ്. അന്ന് അവരോടൊപ്പം ഞാൻ വളരെ സജീവമായി ഞാൻ അവരോടൊപ്പം പങ്കെടുത്തിരുന്നു. ഞാൻ അവരോടൊപ്പം കൂടി. പിന്നീടാണ് എന്നെ കേരള കോൺഗ്രസിൻ്റെ എന്നെ ഒരു ദിവസം ജോസഫ് സാർ വിളിച്ചിട്ട് പറഞ്ഞു, നീ SFI അല്ല, നീ കേരള കോൺഗ്രസ് ആണ്, നീ സജീവമായി ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നെ പിടിച്ച് വീണ്ടും കേരള കോൺഗ്രസിൽ കൊണ്ടുവരായിരുന്നു. അല്ലെങ്കിൽ അവർ പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ ഞാൻ SFIയുടെ ഒപ്പം നടന്ന് ഇങ്ങനെ നന്നായിരുന്നു കൂട്ടി. പക്ഷേ അതുകൊണ്ട് ഞാൻ പറയാമല്ലോ, ഞാൻ ഒത്തിരി നല്ല സഖാക്കളെ കണ്ടിട്ടുണ്ട്. ഒത്തിരി നല്ല സഖാക്കൾ ജീവിതം മാറ്റി വെച്ച് ആ സാധാരണക്കാർക്ക് വേണ്ടി മുണ്ടുമുറുക്കി പണിയെടുത്ത് ഇൻകിലാബ് വിളിക്കുന്ന ഒത്തിരി നല്ല സഖാക്കളെ കണ്ടിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് സഖാക്കളെ കുറ്റം പറയില്ല. ആ സിദ്ധാന്തം തെറ്റാണ് എന്നുള്ളത് എനിക്ക് ഇന്ന് നല്ല ബോധ്യമുള്ള കാര്യം. എങ്കിൽ പോലും ആ സിദ്ധാന്തത്തിൽ വിശ്വസിച്ച് സോഷ്യലിസ്റ്റ് വിശ്വസിച്ച് ജീവിച്ച ഒരുപറ്റം നല്ല സഖാക്കളുടെ നാടാണ് കേരളം. അതുകൊണ്ട് ആ സഖാക്കളെ കൂടെയാണ്, അവരുടെ കഞ്ഞിയിലാണ് പിണറായി വിജയൻ ഈ മണൽ വാരിയിട്ടത്.